ഒരു 3 പടകുകളുണ്ട്. ഒന്ന് യോന പ്രവാചകന്റെ പടക്, യോന സ്തോത്രം നിനിവേക്ക് പോകാൻ ദൈവം പറഞ്ഞപ്പോൾ ഇവൻ നിനിവേക്ക് പോകുന്ന കപ്പൽ ഇവിടെ കിടപ്പുണ്ട്, തർശീസിലെ കപ്പൽ കിടപ്പുണ്ട്. രണ്ടും നോക്കിയിട്ട് ഇവന് നോക്കിയിട്ട് നിനിവേക്ക് പോകാതെ ഇവൻ തർശീസിലേക്ക് പോയി. തർശീസിലെ പടകിലെന്ന് പറഞ്ഞ എല്ലാ ബിസിനസ്സുകാരാ. ആനത്തന്തം, സ്വർണം, കുന്തിരിക്കം, സ്പൈസസ്, ഇങ്ങനെ വിലയേറിയ സ്പൈസസ് ഒക്കെ നല്ല സൂപ്പർ പടക. അതിൻ്റെ അകത്ത് കയറി ഇരുന്നാൽ തന്നെ ഏലക്കാട മണമാ. സഹോദര, മറ്റത് നിനിവേക്ക് പോകുന്നത് കുടിയന്മാര്, ചതിയന്മാര്, അടികൂടുന്നവര്, വെള്ളം അടിക്കുന്നവര്, ഇതുപോലെ പാപികളുടെ ഒരു കൂട്ടമുള്ള ഒരു പടക. ഇവൻ പോയി നിന്നിട്ട് നോക്കി, ഈ പടകിൽ പോയാൽ ഞാൻ അങ്ങ് പോയി ചേരത്തില്ല, അതിനു മുമ്പ് ഇവന്മാർ അടിച്ചെന്നെ കൊല്ലും. ഈ പടക് നല്ല സുഖമുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞ് ഈ പടകിൽ കയറി. കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ നന്മ. സഹോദര, കേറിയത് മാത്രമല്ല ഇവൻ അതിന്റെ അടിത്തട്ടിൽ പോയി കടന്നുറങ്ങി. സഹോദര, യേശു ഉറങ്ങുന്ന ഒരു പടക്, യോന ഉറങ്ങുന്ന മറ്റൊരു പടക്. സഹോദരം, ഇവൻ ഈ പടകിന്റെ അടിത്തട്ടി പോയി ഉറങ്ങിയപ്പോൾ പോയപ്പോഴുണ്ടല്ലോ ഭയങ്കര കാറ്റും മഴയും, ഭയങ്കര കൊടുങ്കാറ്റാ. ഇവൻ ഇതൊന്നും അറിയുന്നില്ല, ഇവന് നല്ല ഉറക്കമാ. പലതും പലതും നമ്മൾ അറിയുന്നില്ല. കൊടുങ്കാറ്റടിക്കുന്ന നീ അറിയുന്നില്ല, പ്രശ്നങ്ങളെ നീ അറിയുന്നില്ല, അതിന്റെ തീവ്രത നീ അറിയുന്നില്ല, നീ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. സ്വത്രം, അവരെല്ലാം ആകെ പരിഭ്രാന്തമായി. അവരെ ബിസിനസ് മൊത്തം നഷ്ടപ്പെട്ടു. കപ്പലിരുന്ന സാധനങ്ങളെല്ലാം വലിച്ച് കടലിട്ട്. സ്വത്രം, കപ്പലിന്റെ വെയിറ്റ് കുറച്ചു. ഇതൊന്നും യോണ അറിയുന്നില്ല കേട്ടോ. യോണ നല്ല ഉറക്കമാ. അവസാനം ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ഇതിനൊരു വിടുതലില്ല, ഇതിനൊരു സ്വത്രം വിടുതലില്ലെന്ന് പറഞ്ഞ് ഇവര് അവസാനം കുറിയിട്ട് എത്ര പേര് കപ്പലിലുണ്ട് എല്ലാവരുടെ പേരിലും കുറിയിട്ട് നോക്കിയപ്പോ ഒരുത്തന്റെ പേര് വന്ന് യോണ. കരങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ തമ്മിൽ നോക്കിയിട്ട് യോണയെ കാണാനില്ല. അവരെവിടെയൊക്കെ നോക്കുന്ന യോണയുടെ പേര് കുറിവിട്ട് ആ യോണ എന്ന് പറയുന്ന വ്യക്തി ആരത് പോലും അവർക്ക് അറിയത്തില്ല. ഇവൻ കയറിയതും എല്ലാരെയും നാലിനെ ഒളിപ്പിച്ച് ഇവനെ പോയി കയറി കിടന്നങ്ങ് ഉറങ്ങി. ഇവരിങ്ങനെ തപ്പുക, യോണ എന്ന് പേര് വന്ന് ഇവൻ ആരാ, ഇവൻ എവിടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കപ്പല് മൊത്തം തപ്പി പോയപ്പോ അടിത്തട്ടിൽ ഒരു കടന്നുറപ്പുണ്ട്. അതിനെ തട്ടി വളർത്തി പിടിച്ചുകൊണ്ട് വന്ന്, എടാ യോണായെ വാട, നീ കാരണമായി പ്രശ്നം വന്നിരിക്കുന്നത്. അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ചോദിച്ചു, നീ ആര്? പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭവനത്തിന് ചില യോണാക്കൾ കാരണം ആ പ്രശ്നം വരുന്നത് അല്ലേ. നമ്മൾ അറിയുന്നില്ല ആരാ പ്രശ്നക്കാരെന്ന്. കുറിയിട്ടപ്പോൾ വീണത് യോണയുടെ പേരില്ല. ഞാനും നീയും ഒരു യോണയായി മാറരുത് കേട്ടോ. യോണ ഒരു നല്ല പ്രവാചകനൊക്കെയാ, യോണ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, ദൈവ ഹിതപ്രകാരം ചലിക്കുന്ന വ്യക്തിയാ. പക്ഷേ അവനൊരു തെറ്റ് ചെയ്തു, ദൈവത്തിന്റെ വഴി വിട്ട് മറ്റൊരു വഴിയിൽ അവൻ യാത്ര ചെയ്തു. കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവന്റെ പേര് കേട്ട് ഇവനെ തട്ടി കൊടുത്തു. ഇവന്റെ പേരിന്റെ അർത്ഥം പ്രാവെന്ന. ആകാശത്ത് കൂടി പറന്നു പോകേണ്ട വ്യക്തിയാ. കപ്പലിന്റെ